LDF സർക്കാർ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി. അന്ന് സ്പോൺസർമാരിൽ നിന്ന് പണം മേടിച്ചിട്ട് ആ തുക ഉപയോഗിച്ച് പരിപാടി സംഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 3 കോടി രൂപ ദേവസ്വം ബോർഡ് മുൻകൂറായിട്ട് നൽകി. ഈ പണം തിരിച്ചു കൊടുത്തിട്ടില്ല. ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. SITയുടെ അന്വേഷണം ഇനി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് നീങ്ങുന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ ഇതിനിടയിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള N. വാസു, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങാം. N. വാസു കൃത്യമായി പല കാര്യങ്ങളും എഴുതി വെച്ചു. അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഇവരെല്ലാം ഇറങ്ങുമ്പോൾ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാനും ഈ SITയുടെ അന്വേഷണം വെറും പ്രഹസനമായി മാറാനും പോകുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരു വ്യത്യാസം മാത്രം, തെളിവുകൾ ഇവരിനി നശിപ്പിക്കാനൊന്നും പോകുന്നില്ല. കാരണം തെളിവ് നശിപ്പിച്ചാണ് ഈ പരിപാടി നടന്നിരിക്കുന്നത്. ഈ സ്വർണ്ണ മോഷണം എന്നൊക്കെ നടക്കുമ്പോൾ തന്നെ തെളിവുകൾ നശിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് SITക്ക് കുറ്റപത്രം കൊടുക്കാൻ പറ്റാത്തത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. SITയെ സംബന്ധിച്ചോളം നഷ്ടപ്പെട്ടത് എത്ര എന്നും പോലും ഇതുവരെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നഷ്ടപ്പെട്ടത് തന്നെയാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. പുതിയതായിട്ട് സ്വർണം പൂശാൻ കൊണ്ടുപോയ പാളികൾ പഴയ പാളികളായിരുന്നോ അതോ പുതിയ പാളികളായിരുന്നോ, അത് തീരുമാനമായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കേസ് ഫ്രെയിം ചെയ്യാനുള്ള മെറ്റീരിയൽ SITയുടെ കയ്യിലില്ല. ഇടയ്ക്കിടയ്ക്ക് ബും ബും എന്ന് പറഞ്ഞ് TV-യിൽ വാർത്തകൾ ഉണ്ടാക്കുന്നതല്ലാതെ കാര്യമായിട്ട് ഒരു ഡാറ്റ SITയുടെ കയ്യിലില്ല. അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട്, സംശയങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നിയമത്തിൽ ഒരു പ്രിൻസിപ്പിളുണ്ട്, സസ്പീഷൻ ഹൗസ് എവർ സ്ട്രോങ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എവിഡൻസ്. നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, വളരെ ശക്തമായ സംശയം ഉണ്ടാകും, പക്ഷെ അത് തെളിവല്ല. സംശയം തെളിവല്ല, സംശയം മാത്രമാണ്. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ എന്താ സംശയം, ഇയാളല്ലേ കുറ്റവാളി എന്ന് കോടതി അത് സമ്മതിക്കില്ല. അത് നിങ്ങളുടെ സംശയം മാത്രമാണ്, തെളിവ് എവിടെ ഇത് ചോദിക്കും. ഇത് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ തെളിവില്ല, SITയുടെ കയ്യിൽ. അപ്പോൾ ഇതിനിടയ്ക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. അത് CRPC അനുസരിച്ച് പ്രതികളുടെ അവകാശം. നിങ്ങളൊരു കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളെ അനന്തകാലം തടവിലിട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ കേസ് അന്വേഷിച്ച് തീരുന്നവരെ ഇയാൾ ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയാണ്? അത് വാസു ആയാലും പത്മകുമാറായിരുന്നു, അത് 90 ദിവസം കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങും. അതല്ലെങ്കിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ PMLA കേസ്, ED കേസ്, UAPA കേസ്, കോഫെ പോസ കേസ്, ഇതിലൊക്കെ നിങ്ങൾക്ക് കുറ്റപത്രം കൊടുത്തില്ലെങ്കിലും ജയിലിൽ ആളെ ഇട്ടുകൊണ്ടിരിക്കും. കാരണം അത് പ്രത്യേക ടൈപ്പ് ഷെഡ്യൂൾ ഒഫൻസസ് ചെയ്യുന്നവരെയാണ്, ഭീകരവാദം, സ്ഫോടനം, അത് ഇതൊക്കെ ചെയ്യുന്നവർ. അതല്ലാതെയുള്ള സാധാരണ കുറ്റകൃത്യങ്ങൾക്കെല്ലാം 60 ദിവസം, ചിലതിന് 90 ദിവസം, കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് മാക്സിമം കിട്ടാവുന്ന ശിക്ഷ നോക്കിയിട്ട് ചിലതിനൊക്കെ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം, ചിലതിന് 90. അങ്ങനെയാണ് ഇതിൽ 90 വന്നിരിക്കുന്നത്. സിനിജി ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ കേസ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കേസ് നിലനിൽക്കുമോ, ഈ മോഷണം, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, ഇത്തരം വകുപ്പുകളൊക്കെ നിലനിൽക്കുമോ എന്ന് SITക്ക് സംശയം തോന്നിയിട്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കൂടെ ഇട്ടു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 2ാം ആലോചനയിൽ എഴുതി ചേർത്ത വകുപ്പാണത്. ആദ്യമേ അതില്ല. കാരണം ഇതിനകത്ത് കറപ്ഷൻ, സ്വർണം മോഷ്ടിക്കുന്ന അതിനകത്ത് കറപ്ഷൻ എന്താ, മോഷണമല്ലേ? അതില്ല. തെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് ഇട്ടിട്ടില്ല. ഫൈനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്നുള്ള വകുപ്പായിട്ടിരിക്കുന്നത്. അതായത് തിരിമറി നടത്തിയിരിക്കുന്ന, മോഷണം നടത്തിയെന്നല്ല. തിരിമറിയും മോഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിജി കാണാത്തപ്പോൾ ഞാൻ അടിച്ചു മാറ്റി ഞാൻ സ്ഥലം വിട്ടു. തിരിമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിജി നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ ഇതിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഞാൻ കൈക്കലാക്കുന്നു. സിനിജി അത് കണ്ടുപിടിക്കുന്നു. ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, ഇതിലൊക്കെ വ്യത്യാസമാണ്. ഈ വകുപ്പുകൾ നിൽക്കുമോ എന്ന് SITക്ക് ഉറപ്പില്ല. അതുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇട്ടു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമേ വരുള്ളൂ. ഈ പറഞ്ഞ ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഇവരൊന്നും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ പെടുകയില്ല. കാരണം അവരാരും പബ്ലിക് സർവൻ്റ് അല്ല. ആ ഒരു ഡിഫക്റ്റ് നിലനിൽക്കുന്നു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇവർ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തായി,
റാന്നി മജിസ്ട്രേറ്റിന് ഇതിൻ്റെ പ്രൊസീഡിങ്സ് പറ്റില്ല എന്നായി, അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനല്ല. അങ്ങനെയാണിത് കൊല്ലം വിജിലൻസ് കോടതിയിൽ പോകുന്നത്. കൊല്ലം വിജിലൻസ് കോടതി അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷമോ മറ്റോ ആണ് കൊല്ലം ഒരു വിജിലൻസ് ഏരിയ ആയിട്ട് അതിനൊരു പേരുണ്ട്, സെഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏരിയ. അതുവരെ 6 വിജിലൻസ് കോടതികളായിരുന്നു, കൊല്ലവും കൂടെ ചേർന്നിട്ട് 7 വിജിലൻസ് കോടതികളായി കേരളത്തിൽ. അങ്ങനെയാണ് ഈ സാധനം റാന്നിയിൽ നിന്ന് മാറി കൊല്ലത്തേക്ക് വരുന്നത്. എത്ര ദൂരമുണ്ടെന്ന് എനിക്ക് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് വന്നു. അപ്പോൾ അവിടെയാണ് പ്രൊസീഡിങ്സ് നടക്കുന്നത്. കുറ്റപത്രം കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല, കറപ്ഷൻ്റെ കാര്യത്തിലും പറ്റുന്നില്ല, ബാക്കി വകുപ്പുകളുടെ കാര്യത്തിലും പറ്റുന്നില്ല. പറ്റാത്തത് അവരുടെ കയ്യിൽ തെളിവുകൾ കിട്ടാഞ്ഞിട്ട്. ഈ പത്രവാർത്തയും TV ചാനലിലെ ഹെഡ്ലൈനും വെച്ചൊന്നും കേസിൽ കുറ്റപത്രം തയ്യാറാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ സിനിമ ചെയ്ത് നോക്കുമോ, വലിയ ഭീമൻ വക്കീലന്മാരായിരിക്കും ഇവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഇറങ്ങുന്നത്. വാസുവിന് വേണ്ടിയിട്ട്, പത്മകുമാറിന് വേണ്ടിയിട്ട്, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഇവരൊക്കെ. എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഇതിനകത്ത് ഏറ്റവും ദരിദ്രവാസിയായിട്ട് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അയാൾക്ക് വേണ്ടി ഒരു സാധാരണ വക്കീലായിരിക്കും ഹാജരാകുന്നത്. നോക്കൂ, അതാ വരാൻ പോകും. കാരണം ഇതിനകത്ത് ഏറ്റവും കുറവ് കുഴപ്പം കാണിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അയാൾ കണക്റ്റിംഗ് ഫിഗറായിട്ടാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. ഇതെടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തു, അത് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി കൊടുത്തു, ഇത് കൊണ്ടുപോയി അയാൾക്ക് കൊടുത്തു, അത് വാങ്ങിച്ച് ഇയാൾക്ക് കൊടുത്തു. ഇതാണ് ഒരു കാരിയറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. സെൻഡിങ് എൻഡും റിസീവിങ് എൻഡും വേറെ ഭീമന്മാരാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നും പോയും കഴിഞ്ഞാൽ ഇതിനകത്തെ കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആകെ അയാൾക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് എല്ലാവരുമായിട്ടും കണക്ഷനുണ്ട്, സകല VIP-മാരായിട്ട് കണക്ഷനുണ്ട്, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കണക്ഷനുണ്ട്. കാരണം ഇവർക്കൊക്കെ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം സൗകര്യങ്ങളൊന്ന് ക്യൂ ബൈപ്പാസ് ചെയ്ത് തൊഴുക, എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കുക, ഈ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഭൃത്യനെ പോലെ ഇവരെ പരിപാലിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ ഭൃത്യൻ വലിയ കുഴപ്പക്കാരനും ഇവരൊക്കെ മാന്യന്മാരുമാകുന്നതിന് കേസ് അന്വേഷിച്ച് വന്നു കഴിയുമ്പോൾ ഭൃത്യനായിരിക്കും, മുതലാളിയാവും. അപ്പോൾ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരിക്കും ഒരു പക്ഷേ സാധാരണ വക്കീൽ വരുന്നത്, ബാക്കിയുള്ളവർക്കെല്ലാം 1ാം ക്ലാസ് വക്കീലന്മാരായിരിക്കും ഹാജരാകുന്നത്. അവരുടെ സ്ക്രൂട്ടിനിയിൽ ഇത് നിൽക്കേണ്ട കേസ്. അത് നിൽക്കുന്ന രീതിയിൽ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഫുൾ പ്രൂഫ് ആയിട്ടുള്ള കേസ് ഫോം ചെയ്യാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവരെന്താ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ പോകുന്നു, അവിടെ പോകുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന അവരുടെ ഭാഗത്ത് വീക്ക്നെസ് ഉണ്ട്. അവരും സമ്മതിക്കുന്നു. കുറ്റപത്രം കൊടുക്കാൻ പറ്റാത്തത് ഈ തെളിവുകൾ കൃത്യമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു. അതിനിടയ്ക്കാണ് ആഗോള അയ്യപ്പ സംഗമം. അത് ഫ്രം ദ സ്റ്റാർട്ടിങ് തട്ടിപ്പാണ്. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് ഈ ഉത്സവം അത് ഇതൊക്കെ നടക്കുമ്പോൾ കലാപരിപാടി അതിന് കാശ് പിരിക്കും. കാശ് പിരിക്കുന്നു കൂടാതെ കടം മേടിക്കും. സിനിജിയുടെ അടുത്ത് വന്ന് പറയും, സിനിജി ഒരു 50,000 രൂപ അതാ, മോഹൻദാസ് സാറ് 50,000 രൂപ തരാൻ സ്പോൺസർ ചെയ്യാൻ പറയുന്നു. പക്ഷേ പുള്ളിയുടെ ഇപ്പോൾ കാശില്ല, ഒരു 10 ദിവസം കഴിഞ്ഞാൽ കാശ് വരുള്ളൂ. അപ്പോൾ സിനിജിക്ക് തിരിച്ചു തരാം. ഇത് പറഞ്ഞിട്ട് സിനിജിയുടെ നിന്ന് കാശ് മേടിക്കും. എന്നിട്ട് ഞാൻ കാശ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സിനിജിയുടെ കാശ് തരുന്നില്ല. ഈ പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് അവർ പരിപാടി നടത്താറുള്ളത്. അതേ രീതിയിൽ ചെയ്തു. ദേവസ്വം ബോർഡിനോട് പറഞ്ഞു, നിങ്ങൾ കാശ് ഇറങ്ങിക്കോ, സ്പോൺസേഴ്സിനെ കിട്ടും, അപ്പോൾ അവർ നിങ്ങൾക്ക് കാശ് തരും. ദേവസ്വം ബോർഡ് കാശിറക്കിയെന്ന് പറഞ്ഞാൽ കാശ് ഈ ഭൂമിയിൽ എല്ലാ ജോലിയും ചെയ്യാൻ സാമർഥ്യമുള്ള ഒരേ ഒരു കമ്പനി ULCC ആണ്, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. അവർക്ക് ആദ്യമേ എന്തോ 8 കോടി രൂപ അഡ്വാൻസ് കൊടുത്തു, പിന്നെ 3 കോടി 20 രൂപ അങ്ങനെ എന്തോ കൊടുത്തു. അതാണ് സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്താം എന്ന് തീരുമാനിച്ചത്. അത് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ അതും ദേവസ്വം ബോർഡിൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി. മൊത്തത്തിൽ ദേവസ്വം ബോർഡിന് നഷ്ടം മാത്രമായി. എന്തിനായിരുന്നു ആ മാമാങ്കം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതാദ്യം തുടങ്ങിയത് സർക്കാരിൻ്റെ ആയിട്ടാണ്. പിന്നെ സർക്കാരിന് ഇങ്ങനെ ഒരു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു റിലീജിയസ് ഫങ്ഷനാണ്, ആഗോള അയ്യപ്പ സംഘമാണ്.
അപ്പോൾ സർക്കാർ അത് ചെയ്തു കഴിഞ്ഞാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് ചാരിയത്. ദേവസ്വം ബോർഡിൻ്റെ പൈസയിൽ സർക്കാരിൻ്റെ പ്രചാരണമാണ് ആ വേദിയിൽ നടന്നത്. അപ്പോൾ അതിപ്പോൾ ഇനി അതിൻ്റെ കണക്ക് കോടതി ഇവർ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ അന്ന് ഇവർ സത്യവാങ്മൂലം കൊടുത്ത് സർക്കാരിൻ്റെ അല്ല ദേവസ്വം ബോർഡിൻ്റെയാണ്, അതിൻ്റെ കണക്ക് ഇന്ന മാതിരിയാണ്, ഞങ്ങളിത് കഴിയുമ്പോൾ കണക്ക് ഹാജരാക്കിക്കോളാം. ഇത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കണക്ക് ഹാജരാക്കണമെന്ന് കോടതി പറഞ്ഞതാണ്. ഇവർ ചെയ്തില്ല. അതിനാണ് ഇപ്പോൾ കോടതി ശാസിച്ചിരിക്കുന്നത്, വേഗം കണക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. ആ കണക്ക് കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ട് അതിനകത്ത് ഫുൾ ഓഫ് ഇറഗുലാരിറ്റീസ് ആയിരിക്കും. ബട്ട് ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിന് സുസ്മേരവദനായിട്ട് നടക്കാൻ കാരണം അങ്ങനെയുള്ള കാലത്തല്ല ഇത് നടന്നത്. തന്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് പയറ്റി 4 പ്രതികളാണ് സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വന്നത്. അങ്ങനെയാണ് ഈ തന്ത്രത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു? അല്ല, അവർ ഒരു തന്ത്രവും പയറ്റിയില്ലല്ലോ. അവർ ചുമ്മാ ജയിലിൽ കിടന്നു. ജാമ്യത്തിന് ശ്രമിച്ചു, ജാമ്യം കിട്ടിയില്ല, അവർ ജയിലിൽ കിടന്നു. ഇപ്പോൾ 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി. അവരെന്ത് തന്ത്രം പറ്റി? ഒന്നുമില്ല. അവരുടെ തന്ത്രം പാളിപ്പോയി. ജാമ്യം കിട്ടാനായിട്ടാണല്ലോ. ജാമ്യം കിട്ടാൻ തന്ത്രമെന്നല്ല, നിയമപരമായിട്ട് അവർ വാദിക്കുന്നു. കയ്യിലുള്ള പോയിൻറ്റ്സ് എല്ലാം വെച്ച് വക്കീലന്മാർ വാദിക്കുന്നു. കൊടുത്തില്ല, എന്ത് ചെയ്യും? സുപ്രീം കോടതി പോലും ജാമ്യം കൊടുക്കുന്നില്ല. ഇന്നിപ്പോൾ സുപ്രീം കോടതി ഒരു പോളിസി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ ഞങ്ങൾ ഒറ്റ വിധത്തിലും ജാമ്യം കൊടുക്കില്ല. സ്വർണ്ണക്കൊള്ള കേസ് വെർബലി പറഞ്ഞതാണ്, പക്ഷേ അങ്ങനെ പറഞ്ഞു. അപ്പോൾ കോടതികളുടെ ഒരു മൈൻഡ് അങ്ങോട്ടാണ്. ഇതിനകത്ത് വലിയ ക്രമക്കേട് നടത്തിയവരാണ്, ഇവരെ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. കൊടുത്തില്ല. പിന്നെ ഇപ്പോൾ കുറ്റപത്രം കൊടുക്കാതെ 90 ദിവസമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ അവർ പുറത്തു. തന്ത്രങ്ങൾ ഇനി അവർ പയറ്റാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഉന്നത അഭിഭാഷകർ ഇനി ഇറങ്ങുന്നതോടുകൂടി ഈ പ്രതികളെല്ലാം തന്നെ രക്ഷപ്പെടും കേസുകൾ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ രക്ഷപ്പെടുമെന്ന് തന്നെ വിചാരിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.